ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് അവിടെ പൂർത്തിയാക്കാനുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33-ൽ 33 സീറ്റും നേടി UDF പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഏതായാലും അതിൽ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് മംഗലം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. 22കാരിയായ KSU പ്രവർത്തകയായ നേതാവായ ആരതി പ്രദീപാണ്, PG വിദ്യാർത്ഥിയാണ് അവിടെ നിന്ന് വിജയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിജയം 11,000-ലധികം വോട്ടിനാണ് ഒരു ഇടത് കോട്ട തകർത്തെറിഞ്ഞ് ആരതി പ്രദീപ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ആരതി പ്രദീപും കുടുംബവും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു വിജയം, ഒരു ഇടത് കോട്ട തകർത്തുകൊണ്ടാണ് ഒരു KSUകാരി ഈ വിജയം നേടുന്നത്. എത്രത്തോളം ഉണ്ട് ഒരു സന്തോഷം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ വലിയൊരു തേരോട്ടം തന്നെ UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു സൂചനയാണ്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിലും വലിയൊരു മുന്നേറ്റം, ഒരു വിജയം UDF കാഴ്ചവെക്കും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനയാണ്. അപ്പോൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്കും അതുപോലെ തന്നെ UDFിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ KSU, MSF, എല്ലാ UDFിൻ്റെ പ്രവർത്തകർക്കും പാർട്ടി നേതൃത്വത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 22കാരി PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യഘട്ടം വളരെ ഭംഗിയോടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളൊരാശങ്ക. പക്ഷേ അവർ രണ്ട് കൈയിൽ നീട്ടിയിട്ട് അവരിൽ ഒരാൾ, അവരൊരു മകളെ പോലെയാണ് എന്നെ സ്വീകരിച്ചിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും അവരുടെ ആ ഒരു സ്നേഹം തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസമായിട്ട് ഉണ്ടായിരുന്നത്. മത്സരിക്കാൻ വരുമ്പോൾ തന്നെ അറിയാം അതൊരു ഇടത് കോട്ടയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം ഒരു KSUകാരെ, ചെറുപ്പമായിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ നിർത്തിയത് ആ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാവുന്നവരാണ്. അപ്പോൾ പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ കോളേജ് കാലഘട്ടത്തിൽ നമ്മുടെ MES പൊന്നാനി കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച് വരുന്നത് നമ്മളൊരു കൊട്ട പൊളിച്ചിട്ടാണ്. അപ്പോൾ അതേ വിജയ പ്രതീക്ഷ ഇവിടെ നമ്മൾ മംഗലത്ത് വരുമ്പോഴുണ്ടായിരുന്നു. മംഗളമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. അത് എന്തായാലും ആദ്യഘട്ടം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയൊരു ചെറുപ്പക്കാരി ഒരു വിജയം വിജയിച്ചു, ആരൊക്കെ വിളിച്ചു? നേതാക്കന്മാരെ ആരൊക്കെ? പ്രതിപക്ഷ നേതാവ് ആദ്യം വിളിച്ച് സംസാരിച്ചിരുന്നു. ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ഒരു കോട്ട പൊളിച്ച് അദ്ദേഹം ഒരുപാട് അഭിനന്ദിച്ചു. UDFിൻ്റെ ഒരു വിജയമാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. MLA വിളിച്ചിരുന്നു. അനിൽകുമാർ MLA ആയാലും 2 MLA മാരും ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജയം നേടി. ഇനി എന്താണ് മംഗലത്തെ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ? മംഗലത്തിനെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് അവിടെ പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ആശയങ്ങളെ അവരായിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോൾ മംഗലത്തിൻ്റേതായിട്ടുള്ളൊരു തനത് ബ്രാൻഡ് തീരദേശ മേഖലയിൽ വിപണിയിൽ എത്തിക്കാനുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാകവി വള്ളത്തോളിൻ്റെ വിപുലമായിട്ടുള്ളൊരു സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ നിരവധി പ്ലാനുകൾ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി അതിനുള്ളൊരു വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. പ്രധാനമായിട്ടൊരു തടസ്സം നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ ജില്ലാ ഡിവിഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ ഏതായാലും ജനങ്ങളുമായി കൂടുതൽ സഹകരിക്കാൻ 5 വർഷം അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മാനേജ് ചെയ്യുന്നത്? പഠനത്തിന് മുടക്കം വരാത്ത രീതിയിൽ ഇനി മംഗലത്തുകാർക്കിടയിൽ നിന്ന് അവിടെ നിന്നിട്ട് തുടരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ്. പഠനം ഇങ്ങോട്ട് ഇനി അവരുടെ കൂടെ, ഇനി അവരിൽ ഒരാളായിട്ട് അവിടെ തന്നെ മാറാനുള്ളൊരു സാധ്യതയാണ് പരിശോധിക്കുക. ഇപ്പം ഈ ആരതി പ്രദീപിൻ്റെ അച്ഛൻ പ്രദീപ് കോൺഗ്രസ് നേതാവാണ്, അധ്യാപക സംഘടനയുടെ നേതാവാണ് കോൺഗ്രസിൻ്റെ. എത്രത്തോളം ഉണ്ട് ഈ മകളുടെ ഒരു വിജയം? എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു? എന്തായാലും ഈ ജനാധിപത്യ മഹോത്സവത്തിൽ മോള് അങ്ങനെ ഒരു വലിയൊരു നേട്ടം കൈവരിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. എന്തായാലും ഞാനൊക്കെ നെഞ്ചെത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ കിട്ടിയ ഒരു അവസരം, അത് ഭംഗിയായി നിറവേറ്റാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കടമ. ഞങ്ങൾ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. അവളുടേതായ കഴിവിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അവൾ കണ്ട് പഠിച്ച് വളർന്ന കാരണം ഞാനൊക്കെ ഈ രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ച പരിചയമുണ്ട്. ഇതൊക്കെ കണ്ടാണ് മക്കൾ വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അംശം എന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിലപ്പുറത്തേക്കുള്ള രീതിയിൽ അവർ അത് മുന്നോട്ട് പുതിയ തലമുറയ്ക്ക് അതിനുള്ളൊരു കഴിവ് കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു ആവശ്യം വെക്കുമ്പോൾ മകളെ സ്ഥാനാർത്ഥി, അപ്പോൾ എന്തായിരുന്നു? ഞാൻ അവരുടെ മുന്നിൽ ഒരൊറ്റ പേര് മാത്രമാണുള്ളത്. അപ്പോൾ നേതാക്കന്മാരെല്ലാം വിളിച്ചിട്ട് അത് എതിർപ്പൊന്നും പറയരുത് അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരൊറ്റ ആശങ്ക മാത്രമേ ഉള്ളൂ, അവളുടെ പഠനം പൂർത്തീകരിക്കുക. എന്തായാലും ഇത് ഒരു നല്ലൊരു അവസരമാണ്. അപ്പോൾ
അത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അവളുടെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടത് കോട്ടയാണ്. അവിടെയാണ് മകൾ ഒരു 22 തീർച്ചയായും. ഒരു വിജയപ്രതീക്ഷ എത്രത്തോളം? അത് തീർച്ചയായും അത് ഇടത് കോട്ട, സത്യത്തിൽ അത് ഇടത് കോട്ട എന്ന് പറയാൻ പറ്റില്ല. അത് UDFൻ്റെ ഒരു കോട്ടയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാറിപ്പോയ ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ തുടക്കം മുതൽ തന്നെ നമുക്കൊരു വലിയ വിജയപ്രതീക്ഷയാണ്. നമ്മൾ രംഗത്തിറങ്ങിയപ്പോൾ തന്നെ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ദിവസവും കൂടുന്തോറും ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഫലം വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം അവിടുത്തെ ഓരോരുത്തരും പിന്നെ അവരുടെ സ്വന്തം മകളെപ്പോലെ തന്നെ പിന്നെ വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിൻ്റെ ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അനന്തമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ അമ്മ ഇപ്പോൾ അമ്മ എത്രത്തോളം ഉണ്ട് മകളുടെ രസം? വളരെയധികം സന്തോഷം. എങ്ങനെയുണ്ട് ഈ ഒരു മത്സരത്തിന്? ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വിജയിച്ചു വന്നപ്പോൾ പറയാനുള്ള എന്താണ് ഒരു വളരെ സന്തോഷം. അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSU നേതാക്കൾ ഇവിടെ തങ്ങളുടെ വീട്ടിൽ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് അവർ എത്ര ക്യാമ്പയിൻ ചെയ്തു, അതെങ്ങനെയാണ്? അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് EK അൻഷിദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള റാഷിദ്, അതുപോലെ തന്നെ ഷമീർക്ക, അങ്ങനെ അതിൻ്റെ താനൂർ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് താനൂരാണ്. ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവരെല്ലാവരും ക്യാമ്പ് ചെയ്ത് നിന്നിട്ടാണ്, അതും വീട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് ആണ് നമ്മുടെ പോസ്റ്ററിൻ്റെ കാര്യങ്ങളായാലും അഭ്യർത്ഥന മുതലായിട്ടുള്ള തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഇലക്ഷന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ചിട്ടയായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്ന അതായത് KSUവിന് വലിയൊരു അംഗീകാരം കൂടിയാണ് ജില്ലയിൽ. അപ്പോൾ വലിയൊരു പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയാം. എന്താണ് ഈ ഒരു മംഗലത്തുകാരോട് ഇനി പറയാനുള്ളത്? മംഗലത്തുകാരോട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അവരിൽ ഒരാളായിട്ടാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. മംഗളമാക്കാനാണ് ഞാൻ അവരുടെ കൂടെ ഒരാളായിട്ട് മാറിയിട്ടുള്ളത്. ഇനി എന്നും അവരിൽ ഒരാളായിട്ട് അവർ തന്ന ആ സ്നേഹം അത് തിരിച്ചും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ കൂടെ ഇന്ന് ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കും. ഇത് തന്നെയാണ് ഈ ആരതിയും അവരുടെ കുടുംബവും പറയുന്നത്. ഏതായാലും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയമാണ്. 11,000-ലധികം വലിയ ഭൂരിപക്ഷത്തിന് ഈ ഡിവിഷനിൽ നിന്ന് വിജയിക്കുന്നു. ഏതായാലും ഈ ഒരു മംഗലത്തുകാരോടൊപ്പം അവരുടെ മംഗളമാക്കാൻ അവരോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ആരതി പറയുന്നത്.